ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹോദരങ്ങളെ, ഈശോ തരുന്ന തിരുവചനം ആവോളം ഭക്ഷിച്ച് ഹൃദയം നിറയ്ക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈശോയാണ് വചനം. വചനത്തെ സ്വീകരിക്കുന്നവർ ഈശോയെ സ്വീകരിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് വചനമായിരിക്കെ മാംസം ധരിച്ച് ഞങ്ങളുടെ ഇടയിൽ വസിച്ചു. പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് അങ്ങ് സ്വയം ദാനമായി തന്നു. ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ വചനം ഞങ്ങൾക്ക് ഹൃദയത്തിൻ്റെ നിറവിലേക്ക്, ആത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക്, ജീവിതത്തിൻ്റെ സമൃദ്ധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുവാൻ ഇടവരുത്തണമേ. ഈ വചനശ്രവണം ഞങ്ങളുടെ ജീവിതത്തിൽ വചന ജീവിതമായി മാറുവാനും സ്വർഗത്തിന് അനുരൂപരായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സഹോദരങ്ങളെ, തിരുവചനം ധ്യാനിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സത്തയായ ഒരു കാര്യമായിരിക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വചനമാകുന്ന ഈശോ മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചത് തന്നെ. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ പടുതുയർത്തുമ്പോൾ കാറ്റിനും തിരമാലയ്ക്കും പെരുമഴയ്ക്കും അതിനെ തകർക്കാനാകില്ല എന്ന് ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. അവിടെ ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്ന ആ പശ്ചാത്തലത്തിലാണ്. ഈശോ ശിഷ്യന്മാരായിട്ടുള്ള വിശുദ്ധ പത്രോസ്ലീഹായുടെയും വിശുദ്ധ യോഹന്നാൻ്റെയും ഒക്കെ വള്ളങ്ങളുടെ അടുത്താണ്. പത്രോസ്ലീഹായുടെ വള്ളത്തിൽ കയറിയിരുന്നിട്ട് ഈശോ വചനം പ്രസംഗിച്ചു. അതിനുശേഷം പത്രോസ്ലീഹായോട് പറഞ്ഞു, ആഴത്തിലേക്ക് വലയിറക്കുക, അപ്പോൾ നിനക്ക് ആവശ്യത്തിന് കിട്ടും. ആ രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചതാണ്. എന്നിട്ട് അവർക്കൊന്നും കിട്ടാതെ രാവിലെ അവർ വള്ളങ്ങൾ കരക്കടുപ്പിച്ച് വല നന്നാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ്. ഒരു നിരാശപ്പെട്ട മനസ്സിൽ അവർ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ അവരോട് വള്ളം കടലിലേക്ക് നീക്കാൻ പറഞ്ഞിട്ട് അതിൽ നിന്ന് പ്രസംഗിക്കുന്നത്. ഇവിടെ ഈശോ വലയിറക്കാൻ പറഞ്ഞപ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അവിടെ ഈ 4-5 തിരുവചനങ്ങളിൽ സംസാരിച്ചു തീർന്നപ്പോൾ ഈശോ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ഇവിടെ പത്രോസ്ലീഹായുടെ മറുപടിയാണ് നമ്മുടെ ധ്യാന വിഷയം. വളരെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട് അവിടെ. ശിമയോൻ പറഞ്ഞു, ഗുരോ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ഒരു രാത്രിയുടെ മുഴുവൻ അധ്വാനം കഴിഞ്ഞ് നിരാശപ്പെട്ട് വല കേടുപാടുകൾ മാറ്റി മെല്ലെ സൈഡിലേക്ക് കരയിലേക്ക് വള്ളത്തെ ചേർത്ത് നിർത്തി വീട്ടിൽ പോയി അല്പം വിശ്രമിക്കാമെന്ന് വിചാരിക്കുന്ന പത്രോസ്ലീഹായോടാണ് പറയുന്നത് ഈ പ്രസംഗത്തിന് ശേഷം നീ വലയിറക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും ആ മനുഷ്യൻ്റെ മനസ്സിൽ വന്നത് എന്താ? ഈ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് രാത്രിയിലാണ് മീൻ പിടിക്കാൻ നല്ലത്. മത്സ്യമെല്ലാം വെള്ളത്തിൻ്റെ മുകളിലേക്കൊക്കെ എത്തുന്നത് നിലാവെളിച്ചത്തിലൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പത്രോസ്ലീഹായുടെ ജീവിതാനുഭവത്തിൽ നിന്ന് പത്രോസ്ലീഹ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താ? രാത്രിയിൽ പോയി മീൻ പിടിക്കണമെന്നാണ്. പത്രോസ്ലീഹയുടെ മാത്രമാണോ? ഈ സമയത്ത് ഏകദേശം പത്രോസ്ലീഹയ്ക്ക് ഒരു 60 വയസ്സുണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ 60 വയസ്സുകാലത്തിൻ്റെ ഒരു ജീവിതാനുഭവമുണ്ട്. പൂർവികർ പറഞ്ഞു പഠിപ്പിച്ച പലതുമുണ്ട്. ഇവരൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത് നമ്മളുടെ പൂർവികരും മാതാപിതാക്കന്മാരും ഒക്കെ നമ്മളോട് അവരുടെ ജീവിതാനുഭവത്തിലൂടെ പഠിപ്പിച്ചതാണ്. അങ്ങനെ
ജീവിതത്തിലൂടെ പഠിച്ച വലിയൊരു കാര്യമാണ് രാത്രിയിലാണ് മീൻ പിടിക്കേണ്ടതെന്നും രാത്രിയിൽ പിടിക്കുന്ന രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് മീൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ രാവിലെ പോയി അല്ലെങ്കിൽ പകൽ പോയി അധ്വാനിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെയാണ്. ഇവിടെ അതുകൊണ്ടാണ് പത്രോസ് എടുത്ത വായില ഇങ്ങനെ സംസാരിക്കുന്നത്, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അടുത്ത വചനം പത്രോസ് തുടർന്ന് പറയുകയാണ്, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ വചനത്തിൻ്റെ ഒരു ആഴത്തിലേക്ക് നമ്മൾ ഇപ്പോഴൊന്ന് ഊളിയിട്ട് പോവുക. നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്താണ് ഈ എങ്കിലും എന്നതിൻ്റെ അർത്ഥം? ആലോചിച്ച് നോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാത്രി മുഴുവൻ അധ്വാനിക്കുവാൻ പത്രോസ്ലീഹായെ പ്രേരിപ്പിച്ചത് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ പൂർവികരുടെ അനുഭവങ്ങളുമാണ്. അദ്ദേഹത്തിൻ്റെ പിന്നാമ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ വിശ്വസിക്കുവാൻ തക്ക വിധം ധാരാളം കാര്യങ്ങളുണ്ട്. അവൻ്റെ മീൻപിടുത്തത്തെക്കുറിച്ചുള്ള അവൻ്റെ എക്സ്പെർട്ടൈസ് അത് മുഴുവൻ ആ പാരമ്പര്യത്തിൽ നിന്ന് അവന് കിട്ടിയിരിക്കുന്നതാണ്. അനേക വർഷങ്ങൾ, അനേക തലമുറകൾ അധ്വാനിച്ച ഒരു ജനസമൂഹം അവരുടെ ജീവിതാനുഭവത്തിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്ന അറിവാണ് രാത്രിയിൽ മുഴുവൻ അധ്വാനിക്കുക, അപ്പോൾ നിനക്ക് മീൻ കിട്ടും, കിട്ടിയില്ലെങ്കിൽ പിന്നെ നീ പോയി വിശ്രമിച്ചു കൊള്ളുക, ഇനി പകൽ നോക്കണ്ട, പിറ്റേന്ന് രാത്രി മതി. ഈ ഒരു ജീവിതാനുഭവം അവൻ്റെ പിന്നിൽ അവൻ്റെ ജീവിതത്തിൽ കിടക്കുമ്പോൾ അവൻ്റെ സമൂഹം മുഴുവൻ, മുക്കുവർ മുഴുവൻ അങ്ങനെ വിശ്വസിക്കുമ്പോൾ ഈശോ പറയുകയാണ്, ഈ പകൽ സമയത്ത് നീ മീൻ പിടിച്ചുകൊള്ളാൻ. അപ്പോൾ വേഗം മനസ്സിലേക്ക് വന്നു പത്രോസിന്, എൻ്റെ വിശ്വാസം, എൻ്റെ ചിന്ത, എൻ്റെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, എൻ്റെ ചരിത്ര പശ്ചാത്തലം, എൻ്റെ പാരമ്പര്യം ഒക്കെ എന്നോട് പറയുന്നത്, എൻ്റെ ബുദ്ധിയും എൻ്റെ യുക്തിയും ഒക്കെ പറയുന്നത് മീൻ പിടിക്കാൻ പകൽ പോകേണ്ട ആവശ്യമില്ല, കാരണം രാത്രി നിനക്കൊന്നും കിട്ടിയിട്ടില്ല, ഇന്ന് നിനക്ക് കിട്ടാൻ സാധ്യതയില്ലെന്നാണ്. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച്. നീ ആരാ? സർവശക്തനായ ദൈവം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ, എല്ലാത്തിൻ്റെ മേൽ അധികാരമുള്ളവനായ ദൈവമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ മുഴുവൻ വിപരീതമായ ഒരു ദിശയിലാണെങ്കിലും, ഞാൻ ഇന്നു വരെ കണ്ടതും കേട്ടതും ആൾക്കാർ പറഞ്ഞതും ശാസ്ത്രം പഠിപ്പിക്കുന്നതും ഒക്കെ ഇങ്ങനെയാണെങ്കിലും, എൻ്റെ സർവശക്തനായ ഈശോ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കാം. സഹോദരങ്ങൾ, ചിന്തിച്ച് നോക്കിക്കേ, ഇതിനെയല്ലേ സത്യത്തിൽ വിശ്വാസമെന്ന് വിളിക്കുന്നത്? വിശ്വാസമെന്ന് വിളിച്ചാൽ മതിയോ? അതല്ലേ കർത്താവിലുള്ള പരിപൂർണമായ ആശ്രയമെന്ന് വിളിക്കപ്പെടുന്നത്? നമ്മളോട് ഈശോ പറയുന്ന കാര്യം ഇതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ പലതായിരിക്കാം. ശാസ്ത്രം അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അനേകരുടെ അനുഭവങ്ങൾ, അവരുടെ ഉപദേശങ്ങളൊക്കെ ഒരു രീതിയിലായിരിക്കാം. എങ്കിലും കർത്താവ് നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചാൽ അത് ജീവിതത്തിൽ അത്ഭുതമായി പരിണമിക്കും. അവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ പത്രോസ്ലീഹ ഇങ്ങനെ വലയിറക്കിയപ്പോൾ 6-ാമത്തെ തിരുവചനം, വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. വലയിറക്കി കഴിഞ്ഞപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ. സഹോദരങ്ങൾ, ചിന്തിച്ച് നോക്കിക്കേ, ഈ വലയിറക്കാനുള്ള പ്രചോദനം അവരുടെ മാനുഷിക ബുദ്ധിയിൽ നിന്നല്ല, അവരുടെ ജീവിത അനുഭവത്തിൽ നിന്നല്ല, അവരുടെ പരമ്പരാഗതമായ മത്സ്യബന്ധന ശൈലിയിൽ നിന്നോ അതിൻ്റെ അറിവിൽ നിന്നോ അല്ല, മറിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ സ്വരത്തിൽ നിന്നാണ് ആ പ്രചോദനം. കർത്താവ് പറഞ്ഞതുകൊണ്ട് ഞാനിത് ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ സത്യവിശ്വാസികളാകുക, ദൈവാനുഗ്രഹം പ്രാപിക്കുക. ഞാൻ ഒരു അനുഭവം പറയാം. ഇത് ഈ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോഴേ, അതായത് നിഷ്കളങ്കമായി വിശ്വസിക്കണമെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ശിശു സഹജമായ വിശ്വാസം എന്നൊക്കെ. ഞാനൊരു 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു പ്രായമാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്നേരത്തെ ഒരു മണ്ടത്തരമായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, പക്ഷേ ഇപ്പം ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് മണ്ടത്തരമാണെന്ന് തോന്നാറുണ്ട്. ഇത് പറഞ്ഞു കേൾക്കുന്നവർ ചിരിക്കാറുമുണ്ട്. പക്ഷേ എന്താണ് നിഷ്കളങ്കമായി വിശ്വാസം എന്ന് എന്നെ പഠിപ്പിച്ച ഒരു സംഭവമാണ്. ഞാൻ സ്കൂൾ വിട്ടിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ടൗണുണ്ട്. ഈ ടൗണിൽ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ സാധാരണ ടൗണിൽ അങ്ങനെ നിൽക്കാറില്ല, നേരെ വീട്ടിലേക്ക് പോകുന്ന സ്വഭാവമാണ്. ഞാൻ നോക്കുമ്പോൾ ബാഡ്മിൻ്റൺ കളിക്കുന്ന 2-3 ചേട്ടന്മാർ അവിടെ നിന്ന് ബാഡ്മിൻ്റൺ കളിക്കുകയാണ്. ഇത് ഞങ്ങളുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ലാത്തൊരു കളിയാണ്.
അന്നത്തെ കാലം, ഇത് ഒരു 10-40 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്, ഒരു 10-35 വർഷം മുമ്പത്തെ കാര്യം. അപ്പോൾ അന്നത്തെ കാലത്ത് ബാഡ്മിൻ്റൺ എന്നൊക്കെ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ 2 ചേട്ടന്മാർ എന്നത് എന്തോ തട്ടിക്കളിക്കുന്നു. ഞങ്ങളിത് പോയി 2-3 കൂട്ടുകാരുണ്ട്, ഞങ്ങളിത് കാണാൻ വേണ്ടിയിട്ട് മെല്ലെ അടുത്തടുത്ത് ചെന്നു. അതിൻ്റെ കീഴോട്ട് കയറി ചെല്ലാൻ തുടങ്ങിയപ്പം ഒരു ചേട്ടൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അടുത്തോട്ട് വരരുത്, ദൂരെ മാറി നിന്നോണം, കാരണം ഇത് വലിയ ഇരുമ്പിൻ്റെ കട്ടയാണ്. ഈ കോക്കെ, ഈ പറന്നു വരുന്ന കോക്ക് ഇരുമ്പിൻ്റെ കട്ടയാണ്, ഇത് കണ്ടോ ഇതിൻ്റെ മൂട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത്, അത് തലക്കിട്ട് കൊണ്ടാൽ തല പൊട്ടും. അത് കേട്ടപടി ഞാൻ വിശ്വസിച്ചു. ഞാൻ വളരെ ദൂരെ ഭയത്തോടുകൂടി ഇതെല്ലാം കണ്ടുകൊണ്ട് കുറച്ചു നേരം നിന്നിട്ട് ഞാൻ പോയി. പിന്നെ സെമിനാരിയിൽ വന്നിട്ടാണ് സത്യത്തിൽ ഷട്ടിൽ ബാറ്റും ഷട്ടിൽ കോക്കും ഒക്കെ കയ്യിലെടുക്കുന്നത്. അന്ന് കണ്ടപ്പോൾ ഞാൻ ഈ 5ാം ക്ലാസ്സിലെ ഓർമ്മ, ആ ചേട്ടന്മാരെന്നെ പറ്റിച്ചതാണല്ലോ എന്ന് ഓർത്ത്. കാരണം ഇത് വെറും പൊങ്ങ് പോലത്തെ സാധനമാണ്, തലയിലല്ല, ഒന്നും പറ്റില്ല. പക്ഷേ അന്ന് അവരെന്നെ അകറ്റി നിർത്താൻ വേണ്ടി, ഇതിന് മുന്നിൽ പോയി എന്തെങ്കിലും അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകാതിരിക്കാനും ബാറ്റ് കൊള്ളാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം അന്ന് അവർ പറഞ്ഞത്, ഇത് ഭയങ്കര സ്റ്റീലിൻ്റെ കട്ടി പോലത്തെ ഒരു സാധനമാണ്, തലയിൽ കൊണ്ട തല പൊട്ടും. ഞാനത് അതുപോലെ വിശ്വസിച്ചു. കാരണം എന്താ, എൻ്റെ 5ാം ക്ലാസ്സിൻ്റെ ബുദ്ധിയിൽ എനിക്ക് അങ്ങനെ വിശ്വസിക്കാനേ പറ്റുള്ളായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ, വലിയ ചേട്ടന്മാരല്ലേ, അവരൊക്കെ സത്യമാണ് പറയുന്നത്, അവർ പറയുന്നത് ശരിയാണ് എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ഷട്ടിലുമായി ബന്ധപ്പെട്ട് അടുത്തു പോകാതെ അകന്നകന്ന് നിന്നു. മണ്ടത്തരാ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടല്ലോ, പക്ഷേ അന്നത്തെ എൻ്റെ അവസ്ഥ. പക്ഷേ പലപ്പോഴും പത്രോസ്ലീഹ പറഞ്ഞ്, അങ്ങ് പറഞ്ഞതനുസരിച്ച് ഞാൻ വിലയിറക്കാം എന്ന് പത്രോസ്ലീഹ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ ഈ പഴയ മണ്ടത്തരം ഇങ്ങോട്ട് വരും. ആലോചിച്ച് നോക്കിക്കേ, ഈ പത്രോസ്ലീഹ അവിടെ വലയിറക്കാൻ വേണ്ടിയിട്ട് വല വീണ്ടും കടലിലേക്ക് എറിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വലിയ മൂപ്പന്മാരൊക്കെ കാണുമായിരിക്കും, 10, 70, 80 വയസ്സായ മുക്കുവന്മാർ, അതുപോലെ പുതിയ തലമുറകളും എല്ലാം ഉണ്ടായിരുന്നു. അവർ ഒരു പക്ഷേ പത്രോസ്ലീഹയുടെ ഒരു മനസ്സിലെങ്കിലും വിചാരിച്ച് കാണുകയല്ലേ, ഇതെന്തൊരു മണ്ടത്തരാണ് കാണിക്കുന്നത്, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തവൻ ഇപ്പോൾ കൊണ്ടുപോയി വലയിറക്കിയിട്ട് വല്ലതും പിടിക്കാൻ പോകുവാണോ എന്ന്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടും പത്രോസ്ലീഹയെ ചലിപ്പിച്ചത്, അവനെ ആ പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോയത് ഈശോയുടെ ആ വാക്കാണ്. ആരാണിത് പറഞ്ഞത് എന്നുള്ള ആ ഒരു വലിയ ബോധ്യം, ഈ പറഞ്ഞവൻ വിശ്വസ്തനാണ്, അവൻ പറഞ്ഞതിന് അർത്ഥമുണ്ടെന്നുള്ള ബോധ്യം, അവനത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ബോധ്യമാണ് സത്യത്തിൽ പത്രോസ്ലീഹയെ മൂവ് ചെയ്യിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവമാണ് സംസാരിക്കുന്നത്, ദൈവമാണ് ഇടപെടുന്നത്. 36-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ തിരുവചനം നമ്മൾ ഓർക്കണം. അവിടെ വചനം പറയുകയാണ്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. അതിൻ്റെ അർത്ഥം എന്താ? നിന്റെ സകല പ്രശ്നങ്ങളിലും, നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും, നീ ഒരു പക്ഷേ നിന്റെ ജീവിതം തീർന്നു എന്ന് ചിന്തിക്കുന്ന സമയത്ത് പോലും നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുന്ന ദൈവം എന്ന് പറഞ്ഞാൽ സർവശക്തനും സ്രഷ്ടാവുമായവൻ, നിനക്ക് ഈ രൂപം നൽകിയവൻ, നിന്നെ വളർത്തിയവൻ, നിന്നെ ശക്തിപ്പെടുത്തിയവൻ, നിനക്ക് ബുദ്ധിയും ശക്തിയും കഴിവുകളും നൽകിയവൻ, അവന് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുക. അത് മരണാസന്നനായി മരണക്കടക്കയിൽ കിടക്കുന്ന രോഗിയാണെങ്കിലും, തകർന്നു പോയ ജീവിത സാഹചര്യങ്ങളിൽ മനസ്സ് തകർന്നവനാണെങ്കിലും, ബിസിനസ് മുഴുവൻ തീർന്ന് കോടിയിലെ ലാഭത്തിൽ നിന്ന് കോടിയുടെ കടത്തിലേക്ക് നിപതിച്ചവനാണെങ്കിലും, നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് സംഭവിക്കുമെന്ന് നീ വിശ്വസിക്കുക. ഞാൻ മറ്റൊരു സംഭവം ഓർക്കുകയാണ്. എൻ്റെ അടുത്ത് പരിചയമുള്ള ഒരു ശുശ്രൂഷകനാണ് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട സിറ്റിയിൽ വലിയൊരു ബിസിനസ് നടത്തുകയായിരുന്നു. ആ ബിസിനസ് പെട്ടെന്ന് തകർന്നു. അത് തകർന്ന് അദ്ദേഹത്തിന് പ്രത്യാശയില്ലാതെ വന്നു. അദ്ദേഹത്തിന് ആങ്സൈറ്റി കൂടി. ഡ്രൈവ് ചെയ്യുന്നത് പോലും എങ്ങോട്ടാണെന്ന് പോലും അറിയാത്ത രീതിയിൽ ഓഫീസിലേക്ക് പോകേണ്ടതിന് ഓപ്പോസിറ്റ് സൈഡിൽ പോലും 10-20 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോയ അവസ്ഥ, അതുപോലെ അബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാനസികമായി തകർന്നു കിടക്കുന്ന അദ്ദേഹത്തിന് കർത്താവ് ഒരു വെളിച്ചം നൽകുകയാണ്. ഒരു ധ്യാനത്തിന് പോകാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. അപ്പം 2-3 സ്ഥലങ്ങൾ വിൽക്കാനുണ്ട്, ഇതൊക്കെ ഒന്ന് വിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ശരിയാകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ ഒന്നും മൂവ് ചെയ്യുന്നില്ല. അദ്ദേഹം വേറൊരാളുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഈ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടുപേരും കൂടെ ഈ സ്ഥലം വിൽക്കാനുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ധ്യാനത്തിന് പോകാൻ ഒരു പ്രേരണ ആരോ കൗൺസിലിംഗ് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു. അദ്ദേഹം അപ്പോൾ ചിന്തിച്ചാൽ അദ്ദേഹം ധ്യാനത്തിന് പോയിട്ടുണ്ടെങ്കിൽ ആ 4-5 ദിവസങ്ങളിലാണ് ബിസിനസ്സിൻ്റെ ഡീലിങ്സ് മുഴുവൻ നടക്കേണ്ടത്. അങ്ങനെ ഡീലിങ്സ് നടക്കുന്ന സമയത്ത് ഇദ്ദേഹം അറിയാതെ മറ്റേ പാർട്ട്ണർ എന്തെങ്കിലും ഒരു ചീറ്റിംഗ് നടത്തിയാൽ ഇദ്ദേഹം പഴയതിനേക്കാളും വലിയ നാശത്തിലേക്ക് പോകും. അത് തീർച്ചയാണ്. ഇപ്പോഴും തന്നെ താങ്ങാൻ പറ്റാത്തതാണ്. ഇനി ആത്മഹത്യ മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. എങ്കിലും
ഇദ്ദേഹം ഒരു തീരുമാനം എടുത്തു. ഏതായാലും ഇത്രയും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എന്നാൽ ഒരു ധ്യാനത്തിന് പോയി കളയാം. അങ്ങനെ അദ്ദേഹം ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രിയ സഹോദരങ്ങളെ, എന്നെ അതിശയിപ്പിച്ചൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, 5 ദിവസത്തെ ധ്യാനം കഴിഞ്ഞു, പുറത്തിറങ്ങി കൗൺസിലിങ്ങിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ, ആത്മീയ സ്പിരിച്വൽ ഷെയറിങ്ങിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ അദ്ദേഹത്തിന് പ്രത്യാശയുടെ കാര്യങ്ങൾ കിട്ടി, വചനം പ്രത്യാശയുടെ കിട്ടി, എല്ലാം നന്നാവുമെന്ന് മനസ്സിലായ ഒരു പ്രത്യാശയോടെ അദ്ദേഹം പുറത്തു വരികയാണ്. പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് കിട്ടുകയാണ്. SMS, ഒരു SMS, അന്നത്തെ കാലത്ത് SMS ആണ്. SMS വരികയാണ്, ഡീൽ ഈസ് ഓവർ എന്ന് പറഞ്ഞ് ഒരു പേര്, ഒരു അറിയത്തില്ലാത്ത നമ്പറാണ്, പക്ഷേ അടിയിൽ പേര് വെച്ചിട്ടുണ്ട്. ആ പേര് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ട്ണറുടെ പേരാണ്. പെട്ടെന്ന് ഇദ്ദേഹം ഫോൺ വിളിച്ചു പറഞ്ഞു, ഡീൽ ഈസ് ഓവർ എന്ന് പറഞ്ഞല്ലോ, എന്താ കാര്യം എന്ന് ചോദിച്ചു. എങ്ങനെയാ കാര്യങ്ങളൊക്കെ സെറ്റിലായോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് അങ്ങേ തലയിൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ ഞെട്ടി. അദ്ദേഹം ചോദിച്ചു, നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ അറിഞ്ഞു, എനിക്ക് മെസ്സേജ് കിട്ടി. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഒരു ക്രിസ്ത്യാനി അല്ലായിരുന്നു. അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ ദൈവത്തിൽ എനിക്ക് പണ്ടേ മുതൽ നിങ്ങളുടെ ദൈവത്തിൽ എനിക്ക് ഭയമാണ്. കാരണം നീ പോയിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നില്ല, ഇദ്ദേഹം പോയി ധ്യാനത്തിന് പോയ സമയത്ത് ഈ മനുഷ്യൻ, മറ്റേ ഈ പാർട്ട്ണറായിട്ടുള്ളയാൾ, ഇദ്ദേഹം അറിയാതെ ആ തക്കം കൂട്ടി ഈ സ്ഥലം വിറ്റ് അതിൻ്റെ ഡീലിങ്സ് എല്ലാം നടത്തിക്കൊണ്ടിരുന്നു, പേപ്പർ വർക്കുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം അറിയാതെ അതിനകത്ത് കമ്മീഷൻ മാറ്റി വളരെ ചുരുങ്ങിയ വിലയിൽ അതിനെ സെറ്റിലാക്കാൻ വേണ്ടിയിട്ട്, ചെറിയ പേപ്പറിൽ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തോട് പറയുമ്പോൾ ചെറിയ വില എന്ന രീതിയിൽ സെറ്റിലാക്കാൻ വേണ്ടി എല്ലാ ഉൾക്കളികളും കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ SMS കാണാം, ധ്യാനം കഴിഞ്ഞപടി. പെട്ടെന്ന് SMS എടുത്ത് നോക്കുക, ഇദ്ദേഹത്തിൻ്റെ നമ്പറല്ല. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, അതൊരു അബദ്ധം, മാനുഷികമായി ചിന്തിച്ച അബദ്ധത്തിൽ വന്ന ഒരു SMS ആണ്. ഈ സംഭവം നടക്കുന്നത് മൈസൂരാണ്. കാസർഗോഡുള്ള ഒരു ഡീലിൻ്റെ ഒരു SMS, ഡീല് കഴിഞ്ഞു എന്ന് പറഞ്ഞ് വേറൊരാൾക്ക് അയച്ച SMS ഏതോ ഒരു നമ്പർ മാറി ടൈപ്പ് ചെയ്ത് നമ്മുടെ ഈ പ്രിയപ്പെട്ട സുഹൃത്തിന് വന്നതാണ്. ഇദ്ദേഹം തെറ്റിദ്ധരിച്ചത് ഈ മൈസൂർ നടക്കുന്ന ഡീലിനെ കുറിച്ച് അയാൾ അയച്ചത്, കാരണം പേര് രണ്ടുപേരുടെ ഒന്നായിരുന്നു. സഹോദരങ്ങളെ, ഈ ഒരു മെസ്സേജിലൂടെ, ഈ ഒരു SMS-ലൂടെ മാത്രം അദ്ദേഹത്തിൻ്റെ സകല ഉൾക്കളികളും, മറ്റേ ആളുടെ സകല ഉൾക്കളികളും പൊളിയുകയും ആ ഒരു നല്ല ഒരു എമൗണ്ടിൽ വിറ്റിരുന്ന ആ സ്ഥലത്തിൻ്റെ മുഴുവൻ പ്രോഫിറ്റും ഇവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കടബാധ്യതയിൽ നിന്ന് ഇദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. സിനിമ പോലെ തോന്നിക്കുന്ന, നാടകം പോലെ തോന്നിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ എന്നെ അത് ഭയങ്കരമായിട്ട് സ്പർശിച്ചു. കാരണം എന്താ, പത്രോസ്ലീഹ പറഞ്ഞ് ഈ വചനം നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. അങ്ങ് പറഞ്ഞതുകൊണ്ട് കർത്താവിൻ്റെതായ വഴികളുണ്ട് സഹോദരങ്ങളെ. നമുക്കറിയത്തില്ലാത്ത വലിയ ശക്തിയുള്ള, എന്താ പറയുക, മിസ്റ്റീരിയസ്, രഹസ്യാത്മകമായ, വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള വഴികൾ കർത്താവിനുണ്ട്. ആ മോശയെ നിങ്ങളൊന്ന് നോക്കിക്കേ. മോശയോട് ചെങ്കടലിന് മുന്നിൽ പറയാണ്, നീ നിൻ്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് നീട്ടുക. വടിയെടുത്ത് നീട്ടിയാൽ ഒരു കടൽ മുറിയുമെന്നോ അതിലൂടെ ഒരു വഴി തെളിയുമെന്നോ വിശ്വസിക്കുവാൻ മാത്രം മണ്ടനല്ല നമ്മുടെ മോശ. എങ്കിലും കർത്താവ് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ആ ഒരു മുൾച്ചെടിയിലെ നടുവിൽ കണ്ട ഒരു അത്ഭുതമുണ്ട്. മുൾച്ചെടി എരിഞ്ഞു പോവാതെ കത്തിപ്പടരുന്ന ഒരു അഗ്നിയുടെ സാന്നിധ്യം. ഈ അഗ്നിയുടെ സാന്നിധ്യത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത ദൈവത്തിൻ്റെ ഒരു അനുഭവമുണ്ട് അവൻ. ഈ ദൈവാനുഭവത്തിൽ വേരൂന്നിയിട്ടാണ് മോശ വടിയെടുത്ത് നീട്ടുന്നത്. ഒരു കടലിൻ്റെ നേരെ വടിയെടുത്ത് നീട്ടിയാൽ ആ കടൽ രണ്ടായി പിളരുമെന്ന് ഒരു ശാസ്ത്രത്തിനും പറയാൻ പറ്റില്ല, ഒരു വ്യക്തിക്കും ഒരു ജീവിതാനുഭവത്തിനും പറയാൻ പറ്റില്ല, ഒരു പാരമ്പര്യത്തിനും അത് പറയാൻ പറ്റില്ല. എങ്കിലും മണ്ടനാകാൻ മോശ തീരുമാനിച്ചു. സഹോദരങ്ങളെ, സ്വയം ദൈവത്തിന് മുൻപിൽ മണ്ടനാകുവാൻ വേണ്ടി സ്വയം വിട്ടുകൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവ ആശ്രയം നമ്മളിൽ വളരുക, ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയും മാത്രം ആശ്രയിച്ചാൽ ദൈവാനുഭവത്തിലേക്കും ദൈവിക ഇടപെടലിലേക്കും നമുക്ക് വളരാൻ പറ്റുകയില്ല. വിശുദ്ധ വചനത്തിൽ പൗലോസ്ലീഹ പറയുന്ന ഒരു വചനമുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന് 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 21, 22 തിരുവചനങ്ങൾ നിങ്ങൾ വായിച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല, മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. അവരുടെ യുക്തി വിചാരങ്ങൾ, പല മനുഷ്യരുടെയും പ്രശ്നം അവൻ്റെ യുക്തിയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ പലപ്പോഴും ഫിലോസഫിയൊക്കെ പഠിക്കുന്ന കാലത്തിലേക്കും അങ്ങനെ കൂടുതൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ യുക്തി എന്നെ ഭരിക്കുന്ന ഒരു സാഹചര്യം വന്നായിരുന്നു. പക്ഷേ എവിടെയോ വെച്ച് കർത്താവിൻ്റെ കരുണ എന്നെ സ്പർശിച്ചപ്പോഴാണ്
ഞാൻ പണ്ടുണ്ടായിരുന്ന 5ാം ക്ലാസ്സിലെ ആ ഒരു മണ്ടൻ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകാൻ കർത്താവിനെ സഹായിച്ചത്. സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നമ്മൾ യുക്തി കൊണ്ട് അളക്കുകയല്ല. ദൈവത്തിൻ്റെ ശക്തിയെ നമ്മുടെ ബുദ്ധിക്കുള്ളിൽ കോരി നിറയ്ക്കാമെന്ന് വിചാരിക്കരുത്. നമ്മുടെ പ്രിയപ്പെട്ട അഗസ്തീനോസ് പുണ്യാളനോട് കർത്താവ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, നിന്റെ ഈ ചിരട്ടയോളം വലുപ്പമുള്ള ഒരു ബുദ്ധിക്കകത്തേക്ക് കടലിനെ കോരി നിറയ്ക്കാൻ നീ പരിശ്രമിക്കരുത്. ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് സർവശക്തനായിട്ടാണ്. സർവശക്തനായവൻ നമ്മളോട് കാണിക്കുന്ന സ്നേഹം എന്തെന്ന് നമുക്കറിയാൻ പറ്റിയാൽ, അവിടെ നമ്മളോട് കാണിക്കുന്ന കരുതൽ എന്താണെന്ന് നമുക്കറിയാൻ പറ്റിയാൽ, സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും കണ്ണടച്ച് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ കണ്ണടച്ചുള്ള വിശ്വാസം, അതുകൊണ്ടാണ് ഈശോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞത്, പിതാവ് പുത്രനെ വെളിപ്പെടുത്തും, പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തും എന്നൊക്കെ പറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ്, പിതാവേ, അങ്ങ് ഇത് ബുദ്ധിമാന്മാരിൽ നിന്ന് മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തതിനെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അപ്പോൾ നോക്കിക്കേ, ശിശു സഹജമായ ഒരു വിശ്വാസത്തിനാണ് കണ്ണടച്ച് കർത്താവിൽ വിശ്വസിക്കാൻ. ഇത് ദൈവമാണ്, സർവശക്തനാണ്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. വിശുദ്ധ യോഹന്നാൻ 14:1 വചനം പറയുകയാണ്, നിങ്ങൾ ആകുലപ്പെടേണ്ട, നിങ്ങൾ ഉത്കണ്ഠയിൽ മുങ്ങിപ്പോകേണ്ട ആവശ്യമില്ല, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. സർവശക്തനായവനെ, അങ്ങ് ദൈവമാണെന്നും സകലത്തിൻ്റെയും സ്രഷ്ടാവാണെന്നും സകലത്തിൻ്റെയും മേൽ അധികാരം കൈയാളുന്ന സർവശക്തനാണെന്നും വിശ്വസിക്കുവാൻ, നിഷ്കളങ്കമായി വിശ്വസിക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങേക്ക് ഇടപെടാൻ സാധിക്കും. എൻ്റെ ജീവിതാനുഭവങ്ങൾക്കും എൻ്റെ യുക്തി ചിന്തകൾക്കുമൊക്കെ അപ്പുറത്തേക്ക് അങ്ങയുടെ ശക്തി സർവശക്തമാണെന്ന് വിശ്വസിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.